നമുക്കിനി അടുത്ത വിഷയത്തിൽ കിടക്കാം. അടുത്ത വിഷയം വെള്ളാപ്പള്ളിയെക്കുറിച്ചാണ്. വെള്ളാപ്പള്ളിക്ക് ഇടയ്ക്കിടെ ഒരു വെളിപാടുണ്ടാകും, അദ്ദേഹം പലതും പറയും. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരത്തേതിൻ്റെ ആവർത്തനമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ CPM മുസ്ലിം പ്രീണന നയം തുടരുകയാണ്. ആ നയം കാരണമാണ് അവർക്ക് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏൽക്കേണ്ടി വന്നത്. അത് തിരുത്തണം, ഈഴവരെ അവഗണിച്ചാൽ ഇനിയും തോൽവി തുടരേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ദാവൂദ് സാഹിബേ വെള്ളാപ്പള്ളിയുടെ പുതിയ വെളിപാടിനെ കുറിച്ച് പറയാറ്? വെള്ളാപ്പള്ളി ഇത് ഈ ഇലക്ഷന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് പറയുന്നത്. മുമ്പ് നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈഴവർക്കുള്ള പ്രാതിനിധ്യക്കുറവിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈഴവർക്കുള്ള പ്രാതിനിധ്യക്കുറവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ശരിയാണ്. പല മേഖലകളിലും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം അവർക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ ലോക്സഭ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സർക്കാർ സർവീസിൽ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം എന്ന ആ ഒരു ബെഞ്ച് മാർക്ക് അവർ കടന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു അതൊരു ജെന്യൂനായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന ഒരു ജെന്യൂൻ ഇഷ്യൂ അവിടെ ഉണ്ട്. അത് സമുദായത്തെ മുൻനിർത്തി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും സമുദായ നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹം ഉന്നയിക്കേണ്ടതാണ്. പക്ഷേ അത് അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അത് മുസ്ലിങ്ങൾക്ക് മേൽ ചാരുക എന്ന് പറയുന്ന ഒരു വേണ്ടാത്ത പണി അദ്ദേഹം എടുക്കുകയാണ്. അതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണോ അതിന് വിപരീതമായ ഫലം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കേരളത്തിലിപ്പം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെല്ലാം കൈയടക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച ശേഷമാണ് 2024 ജൂൺ 17 വരെയുള്ള സംസ്ഥാന സർക്കാർ സർവീസിലെ കൃത്യമായ കണക്കുകൾ കേരള സർക്കാർ നിയമസഭയിൽ രേഖാമൂലം വെച്ചത്. മന്ത്രി TV ഇബ്രാഹിം MLA യുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് മന്ത്രി രാധാകൃഷ്ണൻ രേഖാമൂലം സഭയുടെ മേശപ്പുറത്ത് വെച്ച മറുപടി സഭയുടെ നിയമസഭാ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്ത് എന്താ പറയുന്നത്? കേരളത്തിലെ മുഴുവൻ സർക്കാർ സർവീസിലെയും ഉദ്യോഗാർത്ഥികളുടെ ജാതി കണക്കുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് പ്രാതിനിധ്യമുള്ളത് ആരാണ് എന്നതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആരാണത്? മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യവും ജനസംഖ്യ ശതമാനവും അതെടുത്തു കഴിഞ്ഞാൽ അതിലെ അനുപാതത്തിലെ കുറവ് എന്ന് പറയുന്നത് 106%. അതേസമയം മുന്നോക്ക ഹിന്ദുക്കളുടേത് 37% അധികമാണ്. ഈ മുന്നോക്ക ക്രിസ്ത്യാനികളുടേതും ജനസംഖ്യാനുപാതത്തേക്കാൾ അധികമാണ്. എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതത്തേക്കാൾ എത്രയോ അധികം പ്രാതിനിധ്യമുള്ളത് ഇവിടെയുള്ള മുന്നോക്ക ഹിന്ദുക്കളും മുന്നോക്ക ക്രിസ്ത്യാനികളുമാണ്. പ്രാതിനിധ്യം ഏറ്റവും കുറവുള്ളത് മുസ്ലിം സമൂഹമാണ്. ഈ സമുദായം ഏതാണ്ട് ജനസംഖ്യാ അനുപാതത്തേക്കാൾ ഏതാണ്ട് ഇച്ചിരി മേലെ നിൽക്കുന്നു എന്ന് മാത്രം. അത് അടുത്ത കാലത്ത് മാത്രം ഉണ്ടായത്. പറയുന്നത് സർക്കാർ സർവീസിന്റെ കാര്യം മാത്രമല്ല, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ കാന്തപുരത്തിന്റെ പേരൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ നോക്കേണ്ടത് ഈ നിയമസഭാ പ്രാതിനിധ്യം, ലോക്സഭാ പ്രാതിനിധ്യം. അതിലെവിടെയാണ് മുസ്ലിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജനസംഖ്യാനുപാതത്തിന് പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ടോ? അസംബ്ലി ലഭിച്ചിട്ടുണ്ടോ? ലോക്സഭയിൽ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഈഴവ സമുദായത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈഴവ സമുദായത്തിൽ ലഭിച്ചിട്ടില്ല എന്നൊരു ഇഷ്യൂ അദ്ദേഹത്തിന് ഉന്നയിക്കാം. പക്ഷേ അതിൻ്റെ ഉത്തരവാദി മുസ്ലിം സമുദായമല്ല, ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പം പ്രാതിനിധ്യം നിഷേധിക്കപ്പെട്ട സമുദായങ്ങൾ കൂട്ടായി ഉയർത്തേണ്ട ഒരാവശ്യത്തെ അദ്ദേഹം വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് സമുദായ ഉദ്ധാരണമല്ല, ഈഴവ സമുദായത്തിൻ്റെ ഉദ്ധാരണമല്ല, മറ്റേതോ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, അജണ്ടകൾക്ക് വേണ്ടി പ്രചാരണം നടത്തുക, അതിൻ്റെ വായയായി മാറുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ഇവിടെ ഈ കാന്തപുരം വിഷയമൊക്കെ അങ്ങനെയാണ് വരുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? മുസ്ലിം സമുദായം എല്ലാം നേടിക്കൊണ്ടിരിക്കുന്നു, കാന്തപുരത്തിന് എന്തെല്ലാം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത വാചകം എന്താണ്? 1200 ഏക്കറിൽ ഒരു സിറ്റി ഉണ്ടാക്കി. എന്താണ് ആ സിറ്റി? കാന്തപുരം വിഭാഗം നേതൃത്വം കൊടുക്കുന്ന നോളജ് സിറ്റിയാണ്. അപ്പോൾ കാന്തപുരം വിഭാഗത്തിന് സർക്കാർ എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം 1200 ഏക്കറിൽ സിറ്റി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആളുകൾ എന്താണ് ധരിക്കുക? സർക്കാർ 1200 ഏക്കറിൽ ഒരു സിറ്റി ഉണ്ടാക്കി കൊടുത്തു. ഈ നോളജ് സിറ്റിയും സർക്കാരും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധമില്ല. ഈ കാന്തപുരവും അദ്ദേഹത്തിൻ്റെ മകനും നാട് മുഴുവൻ പിരിവെടുത്തുണ്ടാക്കിയ അവരുടെ ഒരു സംരംഭമാണത്. അപ്പോൾ സർക്കാർ കാന്തപുരത്തിനെല്ലാം ചെയ്തു കൊടുത്തു, 1200 ഏക്കറിൽ സിറ്റി ഉണ്ടാക്കി.
എന്ന് 2 വാചകം പറയുന്നതോടുകൂടി അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിട്ടല്ല, പക്ഷേ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കാന്തപുരം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവാണ്. ഏത് സംഘടനയ്ക്കും അവരുടെ സംഘടനാ ശേഷി ഉപയോഗിച്ചിട്ട് അവരുടെ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനുള്ള അധികാരവും സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം നാട് മുഴുവൻ, നാട്ടിലും മറുനാട്ടിലും പോയി പിരിവ് നടത്തി ഒരു സ്ഥാപന സമുച്ചയം ഉണ്ടാകുന്നു. അതെന്തോ സർക്കാർ ഉണ്ടാക്കിയ സ്ഥാപനമാണ്, സർക്കാർ കാന്തപുരത്തിന് നൽകിയ എന്തോ ഒരു ഇളവാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ RSSും സംഘപരിവാറവും ഇസ്ലാമോഫോബുകളും നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ, ഭീതി. എന്താണ്, ആ മുസ്ലിങ്ങളെ വിമർശിക്കാൻ പറ്റില്ല, പെടലിക്ക് വെട്ടും, കഴുത്ത് കൈവെട്ടും, അതുകൊണ്ട് അവരെ വിമർശിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് BJP വളരുന്നത്. ഇതെന്താണ് ഈ ഇസ്ലാമോഫോബുകളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സിൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രചാരണം. അടുത്ത ദിവസങ്ങളിൽ ഇത് വേറെ നിലയ്ക്ക് ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതെന്താണ്, അത് ഇടത് സൈബർ പോരാളികളാണ് നടത്തുന്നത്. ഖുർആനെ വിമർശിക്കാൻ പറ്റുമോ, റമദാൻ മാസത്ത് ഖുർആനെ വിമർശിക്കാൻ പറ്റുമോ? എന്താണ് ആ ചോദ്യം ഇവർ ഉന്നയിക്കാൻ കാരണം? ഈ രാമായണ പലതരത്തിലുള്ള രാമായണ പാഠങ്ങളുള്ള ഒരു രാജ്യത്ത് ഇപ്പോൾ ഈ മാധ്യമം പത്രത്തിൽ വ്യത്യസ്തമായൊരു രാമായണ പഠനം വരികയാണ്. രാമായണവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് രാമായണങ്ങളുണ്ട്, വിവിധങ്ങളായിട്ടുള്ള രാമായണ പഠനങ്ങളുണ്ട്. അംബേദ്കറുടെ തന്നെ പുസ്തകമുണ്ട് രാമായണ വിമർശനമായിട്ടുള്ള. അപ്പോൾ ആ നിലക്കുള്ള രാമായണ പഠനം മാധ്യമത്തിൽ വരുമ്പോൾ ജന്മഭൂമിയിൽ ഖുർആൻ വിമർശനം വന്നാൽ അംഗീകരിക്കുമോ എന്ന് ചോദിച്ച് പ്രചാരണം നടത്തുന്ന ആരാണ്? ഇടത് സൈബർ പോരാളികളാണ്. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത് വിമർശനത്തെ ഉൾക്കൊള്ളാത്ത ഈ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ വിമർശനം വരുമ്പോൾ പിടലിക്ക് വെട്ടുന്ന ഒരു സമുദായമാണ് ഈ മുസ്ലിം സമുദായം എന്ന ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? ഇപ്പം ജന്മഭൂമി പത്രത്തിൽ ഏതാണ്ട് 10-12 വർഷം ഖുർആനെയും മുഹമ്മദ് നബിയെയും വിമർശിക്കാൻ വേണ്ടി മാത്രം സെയ്ദ് മുഹമ്മദ് ആനക്കയം എന്ന് പറഞ്ഞ ഒരാളൊരു കോളം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മരണം വരെ അത് തുടരുന്നുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ മലപ്പുറത്ത് E.A. ജബ്ബാർ ഖുർആൻ വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു വൈജ്ഞാനിക പദ്ധതിയായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ട്. ഞാൻ വായന തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കുന്നുണ്ട്. ഖുർആൻ വിമർശനം, മുഹമ്മദ് നബി വിമർശനമാണ്. ഇപ്പോൾ സൈബർ സ്പേസിൽ അദ്ദേഹം അത് തുടരുന്നുണ്ട്. അദ്ദേഹം മലപ്പുറത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ വിമർശനങ്ങൾക്ക് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ രാമായണ വിമർശനവുമായി ബന്ധപ്പെട്ട് സംഘപരിവാരം ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ അതിന് ഒരർത്ഥത്തിൽ അതിനെ കൂട്ടിക്കൊടുത്തുകൊണ്ട് അതിന് ബലം നൽകാൻ വേണ്ടി ഖുർആൻ വിമർശനം അംഗീകരിക്കുമോ എന്ന ചോദ്യമായിട്ട് ആരാണ് വരുന്നത്? ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് രംഗത്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആഭിമുഖ്യത്തിലും അവരുടെ കൂടെ പങ്കാളിത്തത്തിലും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമോഫോബിക്കായുള്ള ഒരു അന്തരീക്ഷത്തെ ഉപജീവിക്കുവാൻ, അതിനെ ഉപയോഗപ്പെടുത്തുവാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത്. അദ്ദേഹം എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് മറ്റു ചിലർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഘപരിവാറിന് വേണ്ടിയുള്ള ഒരു ടൂളായി മാറുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത്. പക്ഷെ അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈഴവരുടെ പ്രാതിനിധ്യക്കുറവ് അല്ലെങ്കിൽ ഈഴവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം അത് മറക്കപ്പെടുകയും പ്രാതിനിധ്യക്കുറവ് അനുഭവിക്കുന്ന, അവകാശം നിഷേധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായങ്ങൾ, ഈഴവ സമുദായം, മുസ്ലിം സമുദായം തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്നുള്ള പരിപാടിയാണ്. അജിംസ്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഈഴവ മേഖലയിൽ വലിയ ചോർച്ച CPM ഉണ്ടായിട്ടുണ്ട് വോട്ടിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ മുഖവിലക്കെടുക്കാതിരിക്കാൻ CPM ആവില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ CPM അതനുസരിച്ച് അവരുടെ നയം മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാനിന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ വാർത്താ സമ്മേളനം മുഴുവൻ കണ്ടു. ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ഓഫ് ദ റെക്കോർഡായിട്ട് പറയുന്നത് മുതൽ അവസാനം വരെ ഇരുന്ന് ഞാൻ കണ്ടു. ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജാണ്. ആ ബോഡി ലാംഗ്വേജ് കഴിഞ്ഞ ഈ ഇലക്ഷന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട രീതി ആയിരുന്നില്ല, വളരെ വ്യത്യസ്തമായിരുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം വളരെ ഫ്യൂരിയസ് ആയി ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM പഴിക്കാനും CPM ശാസിക്കാനും നിങ്ങൾ തോറ്റത് എന്തുകൊണ്ടാണെന്ന് CPM പഠിപ്പിക്കാനും അദ്ദേഹം കുറേ സമയം ചെലവഴിച്ചതെങ്കിൽ ഈ കുറി അദ്ദേഹം വളരെ ശാന്തനായിട്ടിരുന്നാണ് സംസാരിക്കുന്നത് മാധ്യമങ്ങളോട്. ശാന്തനായിട്ട് സംസാരിക്കുക എന്ന് മാത്രമല്ല, ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്തിയിട്ട് CPM സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയോ കഴിഞ്ഞതിന് ശേഷം അതിൽ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ നടക്കുന്ന യോഗം ഉണ്ടല്ലോ, അതിൽ പറയുന്ന കാര്യങ്ങളെ വേറൊരു ഭാഷയിലും ശൈലിയിലുമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് തോറ്റു,
അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്. അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ എവിടെയാണ് LDF ജയിക്കാറുള്ളത്? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും UDF അല്ലേ ജയിക്കുന്നത്. നിങ്ങൾ കണ്ടോ CPM അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി തിരിച്ചു വരും. ഇത് തന്നെയല്ലേ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. CPM അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി തിരിച്ചു വരും. അവർക്കത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവരത് തിരുത്തും. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗോവിന്ദ മാസ്റ്റർ ഞങ്ങളുടെ മേൽ എന്താണ് SNDP കാവ്യ പതിച്ചു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചുമ്മാ പറയുന്നത്. അദ്ദേഹത്തിന് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളോട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് പറയുന്നത്, മുസ്ലിം പ്രീണനം, CPM മുസ്ലിം പ്രീണനം നടത്തിയതുകൊണ്ടാണ് CPM തിരിച്ചടിയേറ്റത്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ ആരോ ചോദിക്കുന്നുണ്ട്, ഈ പ്രീണനം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അനർഹമായി എന്തെങ്കിലും നേടിയെടുത്തതാണോ? അപ്പോൾ അതിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നില്ല. അദ്ദേഹം അതും ഇതൊക്കെ പറഞ്ഞു കൊഴിഞ്ഞു പോകുന്നു. വേറെ എന്തോ പറഞ്ഞു വരുമ്പോഴാണ് കാന്തപുരത്തിൻ്റെ 1200 ഏക്കറൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഈ മുസ്ലിം വിദ്വേഷം പറയുക എന്നതല്ല ആ വാർത്താ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. CPM തോറ്റു. ആ തോറ്റതിൻ്റെ കാരണം CPM തിരിച്ചറിഞ്ഞു. അതവർ തിരുത്തും. അവർ തിരുത്തിയാൽ അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും അവർ തിരിച്ചു വരും. ഇത് തന്നെയാണ് ഗോവിന്ദ മാസ്റ്റർ മുമ്പ് പറഞ്ഞത്. ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ തിരുത്തേണ്ട എല്ലാവരും തിരുത്തും, എല്ലാവർക്കും തിരുത്തേണ്ടതെന്നാണെന്ന് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾ ഇനി ശക്തമായി തിരിച്ചു വരും. ഇത് രണ്ടും ഒരേ വാക്കുകളല്ലേ? പക്ഷേ ഇതിൻ്റെ ശൈലിയിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യം. എവിടെ മുതലാണ് CPMന് അതിശക്തമായ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന ഈഴവ സമുദായത്തിൽ നിന്ന് ആ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നത് എന്ന് സൂക്ഷ്മമായി ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. അത് CPMന് മനസ്സിലായിട്ടില്ല. CPMന് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് SNDPയെ കാവ്യ പുതച്ചിരിക്കുന്നു എന്ന് MV ഗോവിന്ദ മാസ്റ്ററും CPM തിരിച്ചറിയുന്നെങ്കിൽ അത് ഒന്നുകിൽ വ്യാജമാണ് ആ പ്രസ്താവന, അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ കബളിപ്പിക്കുകയാണ് MV ഗോവിന്ദ മാസ്റ്റർ. 2007 മുതൽ കേരളത്തിൽ നടക്കുന്ന ലവ് ജിഹാദ് ക്യാമ്പയിൻ, ആ ലവ് ജിഹാദ് ക്യാമ്പയിൻ RSSൻ്റെ ഒരു ടോപ്പ് പ്രൊജക്റ്റാണ്, ഒരു അഖിലേന്ത്യാ പ്രൊജക്റ്റാണ്. അതിന് കേരളത്തെ തിരഞ്ഞെടുത്തു. 2007 കേരളമാണ് അതിന് വേദിയായത്. കേരളത്തിലാണ് വ്യാപകമായി അതിൻ്റെ പ്രചാരണം നടന്നത്. ആ പ്രചാരണം കൊടുമ്പിരി കൊണ്ടത് അത് ആരെ ലക്ഷ്യം വെച്ചുള്ളതാണ് നമ്മൾ പലവട്ടം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഈഴവ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും തമ്മിൽ അകറ്റുക എന്നുള്ളതായിരുന്നു. അതിനു മുമ്പ് ഈ പിന്നോക്ക സമുദായ ഒരു കോർഡിനേഷൻ സമിതി ഉണ്ടായിരുന്നു കേരളത്തിൽ. മുസ്ലിം ലീഗും സംയുക്ത മുന്നണി, മുസ്ലിം ലീഗും SNDPയും എല്ലാം ചേർന്നിട്ടുള്ളൊരു മുന്നണിയുണ്ട്. അതേക്കുറിച്ചൊന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. എന്നെ അവർ സംയുക്ത മുന്നണി എന്ന് പറഞ്ഞ് കൊണ്ടുപോയി, കുറേ പൈസയൊക്കെ എൻ്റെ പോയി, എന്നിട്ട് എന്തുണ്ടായി, ഞങ്ങൾക്ക് എന്ത് കിട്ടി? മലപ്പുറത്ത് നോക്കും, മലപ്പുറത്ത് എത്ര സ്കൂളാണ്, ഞങ്ങൾക്ക് എത്രയെങ്കിലും സ്കൂളുണ്ട്. +2 സീറ്റ് വിവാദം കത്തി നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹം പറയുകയാണ്, മലപ്പുറത്ത് എത്ര സ്കൂളുണ്ടെന്ന് നോക്ക്, ഞങ്ങൾക്ക് വല്ല സ്കൂളും ഉണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 2007 തുടങ്ങിയ ആ പ്രൊജക്റ്റ് RSS കേരളത്തിൽ നടപ്പാക്കിയത് വെള്ളാപ്പള്ളി നടേശൻ്റെ മൗനാനുവാദത്തോടെ തന്നെയാണ്. അതിന് രേഖാപരമായ തെളിവുണ്ട്. അത് നടപ്പാക്കിയത് കേരളത്തിലെ BJP നേതൃത്വമല്ല, അത് RSSൻ്റെ വേറൊരു തന്നെ വിങ് തന്നെ ചെന്ന് വെള്ളാപ്പള്ളി നടേശനെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി അങ്ങനെ ബീജാവാപം നൽകിയ പാർട്ടിയാണ് BDJS. അത് വെറുതെ ഉണ്ടാക്കിയ ഒരു SNDPയുടെ ഒരു സമുദായ രാഷ്ട്രീയ പാർട്ടിയല്ല. അത് RSSൻ്റെ ഒരു കേരള പ്രൊജക്റ്റ് മാത്രം, ഒരു അഖിലേന്ത്യാ പ്രൊജക്റ്റാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നടന്ന ആ ക്യാമ്പയിൻ്റെ പേരിൽ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിയമം വന്നത്. അപ്പോൾ BDJS ഉണ്ടാക്കുന്നത് തന്നെ BDJS വലിയൊരു പാർട്ടിയായി വളർത്തിയെടുത്ത് ഈഴവ വോട്ട് കൊണ്ട് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയല്ല. BDJSനെ മുന്നിൽ നിർത്തി ഈഴവ സമുദായത്തിൽ നിന്ന് BJPയിലേക്ക് ആളെ കൂട്ടുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. BDJS ഒരു ഡമ്മി മാത്രമാണ്. അത് BJPയിലേക്കാണ് ആൾ പോകുന്നത്. ആളുകൾ BDJSനല്ല വോട്ട് ചെയ്യുന്നത്, BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. BDJSൻ്റെ സ്ഥാനാർത്ഥി എന്നാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ സ്വാധീനം ഈഴവ സമുദായത്തിലും SNDPയിലും വർദ്ധിക്കുന്നു എന്ന സത്യമാണ്. ഇത് 2024 CPM തിരിച്ചറിയുന്നതെങ്കിൽ ഒന്നുകിൽ അവർക്ക് അവരുടെ ശത്രുക്കൾ നിരന്തരം അവരെ പറ്റി വിമർശിക്കുന്ന പോലെ 10 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് കാര്യം തിരിയും എന്നുള്ളതാണ്. അത് നേരത്തെ തിരിഞ്ഞ ആളുകളുണ്ട്. അത് പലവട്ടം പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അതിന് മുമ്പേ തന്നെ സംഘപരിവാർ വിധേയത്വം പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ തരത്തിൽ ന്യൂനപക്ഷ വിരോധം NSS ജനറൽ സെക്രട്ടറിമാരെ പോലെ തന്നെ അദ്ദേഹം നിരന്തരം പറയാറുള്ള ഒരാളാണ്. അപ്പോൾ ഇതിപ്പോൾ മനസ്സിലായി, ഇനി അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമൊന്നുമില്ല. മറ്റൊരു കാര്യം, ഞാൻ അതിൽ ഏറ്റവും അടിവരായിട്ട് ശ്രദ്ധിച്ചൊരു പ്രയോഗം, CPM സംസ്ഥാന സെക്രട്ടറിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറയാം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞു വരുന്നത്, നിങ്ങൾ അവന്മാരെ പ്രീണിപ്പിക്കൽ നിർത്തുക, അപ്പോൾ നിർത്തുമ്പോൾ ഈ വോട്ട് അങ്ങോട്ട് വരും എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറയുകയാണ്. അത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ പറ്റാതെ വെള്ളാപ്പള്ളിയെ കൊണ്ട് ഉറപ്പിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും പറയുന്നത് എൻ്റെ ചോര എപ്പോഴും കമ്മ്യൂണിസ്റ്റ് ചോരയാണ്, എൻ്റെ ചോര എപ്പോഴും ഞാൻ ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏതോ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, RSSൻ്റെ സ്വാധീനം SNDPയിൽ ഉണ്ടാകുന്നുണ്ടോ, ഈഴവ യുവാക്കൾ BJPക്ക് വോട്ട് ചെയ്യാൻ ചെയ്തു തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് തടയണ്ടേ? അത് ആപത്താണ്, തടയണം. എങ്ങനെ തടയണം? അത് തടയേണ്ടത് CPM ആണ്. അവർ നയം മാറ്റി കഴിഞ്ഞാൽ ഈ വോട്ടുകൾ വരും. അതായത് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM എവിടെയാണ് തിരുത്തേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന്
SNDP ജനറൽ സെക്രട്ടറി CPM-നെ ഉപദേശിക്കുകയാണ്. ഇതുവരെ ഇപ്പോൾ അദ്ദേഹം ഈ SNDPക്ക് RSS സ്വാധീനമുണ്ട്, അതിൻ്റെ മേൽ RSS സ്വാധീനമുണ്ടെന്നുള്ള വളരെ സീരിയസ് ആയിട്ട് ഒരു വിമർശനം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉയർത്തിയപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം ഒട്ടും ബോധേടല്ല. അത് അദ്ദേഹം ചുമ്മാ പറയുന്നത്, അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് സാധാരണ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതാണ് ഇതിലെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം. അതായത് ഒരേ വോട്ട് ബാങ്കിൽ 2 പാർട്ടികൾ കയറ്റുമായിരുന്നു. ഒന്ന് BJP കയറ്റു വരാൻ ശ്രമിക്കുന്നു, അത് കയറ്റു വരുന്ന വോട്ട് ബാങ്ക് CPM-ൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കാണ്. അവിടെ അതിനിശിതമായ രാഷ്ട്രീയ തീരുമാനം എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നത് CPM-ആണ്. ഇവിടെ എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഇപ്പോഴും നവോത്ഥാന സമിതി, അതും പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ, എന്നെ നവോത്ഥാന സമിതിക്കാരാക്കിയത് ഈ മുസ്ലിം സംഘടനകളൊന്നുമല്ല, എന്നെ പിണറായി വിജയനാക്കിയത്. അവരൊക്കെ പറയുമ്പോൾ മാധ്യമം, പത്രം, എഡിറ്റോറിയൽ എഴുതുമ്പോൾ രാജിവെക്കാൻ നിൽക്കുന്ന ആളല്ല ഞാൻ, പിണറായി പറയട്ടെ എന്ന് പറയുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ ചോദ്യം ആരോടുള്ള വെല്ലുവിളിയാണ്? ഒരേ സമയം RSSന് ചൂട്ടുപിടിക്കുന്നു എന്ന ആരോപണം CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുകയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി ഇപ്പോഴും നിലനിർത്തുകയും പിണറായി വിജയൻ പറയട്ടെ ഞാൻ ഇറങ്ങിപ്പോകാം എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ആരെയാണ്? അത് പാർട്ടിയെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിനിശ്ചിതമായ രാഷ്ട്രീയ നിലപാടെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നത് CPM-ആണ്. കാരണം ഇതൊരു ദശാസന്ധിയാണ്. ഇതുവരെയുള്ള സാമുദായിക പ്രീണനമോ വർഗീയ പ്രീണനപരമായ രാഷ്ട്രീയ ചരിത്രമുണ്ട് കേരളത്തിൽ. നമ്മൾ ഈ മറ്റേ പുസ്തകമൊക്കെ ഉണ്ടല്ലോ, കേരള രാഷ്ട്രീയം ഒരു അസംബന്ധ നാടകം, അത് വായിക്കുമ്പോൾ അറിയാം എല്ലായിടത്തും സാമുദായിക പ്രീണനമാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ളത്. അതുപോലെ ഈ ആരെങ്കിലേക്ക് പ്രീണിപ്പിച്ച് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇനി കേരളത്തിൽ വരാൻ പോകുന്നത്. കേരളം വർഗീയമായി വിഭജിക്കാൻ പോവുകയാണ്. മുമ്പുണ്ടായിരുന്ന സാമുദായികമായ കുശുമ്പുകളാണ്. അവർക്ക് കിട്ടിയില്ല, ഞങ്ങൾക്ക് കിട്ടി, മറ്റവർക്ക് കൊടുത്തു, ആ മന്ത്രിസ്ഥാനം കിട്ടി. ഇതല്ല ഇപ്പോഴത്തെ തർക്കം. മുമ്പ് നടന്ന തർക്കം നായർക്ക് അത്ര കിട്ടി, മുസ്ലിങ്ങൾക്ക് ഇത്ര കിട്ടി, ക്രിസ്ത്യാനികൾക്ക് ഇത്ര മന്ത്രി. ഈ സാമുദായിക കൊതിക്കറിവല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം വർഗീയമായി വേർതിരിയാൻ പോവാണ് കേരളം. ആ ദശാസന്ധിയിൽ CPM പോലെ ഏറ്റവും ജനകീയാടിത്തരമുള്ളൊരു പാർട്ടി എടുക്കുന്ന തീരുമാനം ഭാവി കേരളത്തെ സംബന്ധിച്ച് നിർണായകമായി.